ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടി ഏറെക്കുറെ സ്ക്വാഡിനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചില പൊസിഷനുകൾ ഇപ്പോഴും തീരുമാനമാവേണ്ടതുണ്ട് എന്നുള്ളത് ആഞ്ചലോട്ടി തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ESPN ബ്രസീലും UAE അവരുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഒരു സാധ്യത 11 എങ്ങനെയായിരിക്കും, അത് പ്രമുഖ മാധ്യമമായ ബ്ലീച്ചർ റിപ്പോർട്ട് ഫുട്ബോൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കറിനെയാണ് ഇവരിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കീഞ്ഞോസ്, ഗബ്രിയേൽ മഗല്ലസ് എന്നിവരാണ് ഉണ്ടാവുക. ഇനി വിങ് ബാക്കുമാരായിക്കൊണ്ട് വാൻഡേഴ്സൺ, കയോ ഹെൻറിക്ക് എന്നിവർക്കാണ് ഇപ്പോൾ ബ്ലീച്ചർ റിപ്പോർട്ട് സ്ഥാനം നൽകിയിട്ടുള്ളത്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് അഥവാ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് ബ്രൂണോ ഗിമറസ്, കാസമിറോ എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ റാഫീഞ്ഞയെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും. വലത് വിങ്ങിൽ റോഡ്രിഗോ ഗോസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ തൊട്ട് മുന്നിൽ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് മാത്യൂസ് കുഞ്ഞ ഉണ്ടാകും. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് ആയിക്കൊണ്ട് ഇപ്പോൾ BR നൽകിയിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർക്ക് ഇവർ ഇവിടെ സ്ഥാനം നൽകിയിട്ടില്ല. നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട്. ഇപ്പോഴും നെയ്മറുടെ കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ സാന്റോസിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ നെയ്മറെ കാത്തിരിക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമായിരിക്കും ആഞ്ചലോട്ടി നെയ്മറെ ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് പരിഗണിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.